അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിം കാണാൻ ആളുകൾ ആ തിയേറ്റർ ഹാളിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും ആകാംക്ഷയിലാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ പ്രദർശനം ആരംഭിച്ചു. സ്ക്രീനിൽ സംവിധായകൻ്റെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആൾക്കാർ വലിയ ആകാംക്ഷയിലായി. അങ്ങനെ ഷോർട്ട് ഫിലിം തുടങ്ങി. ആദ്യമായി കാണിച്ചത് ഒരു മുറിയാണ്, പിന്നീട് ഒരു മേൽക്കൂര. കുറച്ചു നേരമായി മേൽക്കൂര മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വിചാരിച്ചു എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമായിരിക്കാം. അങ്ങനെ കുറേ നേരമായപ്പോൾ ഒരു മാറ്റവുമില്ല. കുറച്ചു പേർ കൂവുന്നു, കുറച്ചുപേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ പറയുന്നു. വന്നത് അബദ്ധമായി പോയെന്ന് ചിലർ. അങ്ങനെ ഒരു 5 മിനിറ്റോളമായി അവരുടെ ക്ഷമ നശിച്ചു. കുറച്ചുപേർ ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റോളമായി. വർഷങ്ങളോളം കിടപ്പിലായ ഒരു മനുഷ്യൻ്റെ കാഴ്ചയാണ് ഈ കാണുന്ന മേൽക്കൂര. ഒരു 6 മിനിറ്റ് കൊണ്ട് അത് കണ്ടപ്പോൾ നിങ്ങളുടെ ക്ഷമ നശിച്ചുവെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്ക്രീനിൽ ദ എൻഡ് എന്ന് കാണിച്ചു. അപ്പോഴേക്കും സദസ്സിൽ നിന്നും കരഘോഷങ്ങൾ ഉയർന്നു. ആ ഷോർട്ട് ഫിലിമിനെ വാനോളം പുകഴ്ത്തി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ് അതെല്ലാം നാം എപ്പോഴും പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ചിറങ്ങിയ വ്യക്തി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇരുകാലുകളും നഷ്ടപ്പെട്ട് പരുപരുത്ത റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവന് ബോധോദയമുണ്ടായി. തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വില അപ്പോഴാണ് ആ വ്യക്തിക്ക് ബോധ്യമായത്. രുചിയില്ലാത്തതിൻ്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അതുപോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ച് കഴിയുന്ന ദമ്പതികൾ, പ്രായമായിട്ടും വിവാഹം കഴിക്കാതെ പോകുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പ്രായമെത്തിയിട്ടും വിവാഹിതയാകാൻ ഭാഗ്യമില്ലാത്തവർ എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്നവരിലേക്ക് നോക്കാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വിലയും നിലയും മനസ്സിലാക്കുന്നത്. നാം പക്ഷേ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നിരാശയും മോഹഭംഗവുമൊക്കെ ഉണ്ടാകുന്നത്. നാം ഒക്കെ അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ വിരാജിക്കുകയാണ്. കിട്ടിയ അനുഗ്രഹങ്ങളിൽ സട്ടാവായ തമ്പുരാനോട് ശുക്ർ ചെയ്ത് നന്ദി ചെയ്ത് ജീവിക്കാൻ നാം ശ്രമിക്കുന്നില്ല എങ്കിൽ ഇനിയും നാം നിരാശപ്പെടേണ്ടി വരും.